ബോളിവുഡിൽ ഒരു തിരിച്ചുവരവ് അത് ഇനി ഉറപ്പിക്കാമോ? 4 ദിവസം കൊണ്ട് ആ നാഴികക്കല്ല് പിന്നിട്ട് അക്ഷയ് കുമാർ അങ്ങനെ ഹിറ്റായിരിക്കുകയാണ്. പേര് പോലെ തന്നെ ബോക്സ് ഓഫീസിലും പടം ഹൗസ്ഫുൾ. 150 കോടി ക്ലബിലേക്ക് അധികം ദൂരമില്ലാതെയാണ് അക്ഷയ് കുമാർ ചിത്രം ഇപ്പോൾ നീങ്ങുന്നത്. ബോളിവുഡിലെ ഹിറ്റ് ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് ഹൗസ്ഫുൾ. 2010 പുറത്തിറങ്ങിയ ആദ്യ ഭാഗം വൻ വിജയമായിരുന്നു. അതിനെ തുടർന്നാണ് ചിത്രത്തിന്റേതായി 4 ഭാഗങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. അക്ഷയ് കുമാർ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രങ്ങളാകെയും വലിയ വിജയം തന്നെയായിരുന്നു. മാത്രമല്ല വലിയ ആഘോഷം തന്നെയായിരുന്നു. ഇപ്പോഴിതാ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് ഹൗസ്ഫുൾ 5. സിനിമ ഇതുവരെ ആഗോളതലത്തിൽ 142 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. ഈ പോക്കുപോയാൽ അധികം വൈകാതെ 200 കോടി ചിത്രം നേടുമെന്ന് ഉറപ്പിക്കാം. അധികം വൈകാതെ 150 കോടി മറികടക്കുമെന്നും അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. ആദ്യ ദിനത്തിൽ 28 കോടിയായിരുന്നു സിനിമയുടെ കളക്ഷൻ. പിന്നെ രണ്ടാം ദിനത്തിൽ അത് 38 കോടിയായി ഉയർന്നു. മൂന്നാം ദിവസം മാത്രം സിനിമ 41 കോടി രൂപ നേടി. കളക്ഷൻ കണക്കുകൾ പങ്കുവച്ച് അണിയറ പ്രവർത്തകർ തന്നെയാണ് ഹൗസ്ഫുള്ളിന്റെ സന്തോഷ വാർത്ത പുറത്തെത്തിച്ചത്. മാത്രമല്ല ഇത് അക്ഷയ് കുമാറിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. അടുത്തിടെ അക്ഷയ് കുമാർ ചിത്രങ്ങൾക്കുണ്ടായ ക്ഷീണമെല്ലാം ഹൗസ്ഫുൾ മാറ്റുന്ന കാഴ്ച തന്നെയാണ് തിയേറ്ററുകളിൽ കാണുന്നത്. ഹൗസ്ഫുൾ 5A, ഹൗസ്ഫുൾ 5B എന്നീ 2 പതിപ്പുകളാണ് ചിത്രത്തിന്റേതായി തിയേറ്ററുകളിൽ എത്തിയത്. 2 പതിപ്പിന്റെയും ക്ലൈമാക്സും വ്യത്യസ്തമാണ്. ഒരു ക്രൈം കോമഡി സ്വഭാവത്തിലാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ആരാണ് കൊലയാളി എന്നതാണ് സസ്പെൻസ് നിറഞ്ഞ ഭാഗം. ചിത്രത്തിന്റെ 2 വേർഷനുകളിലും വ്യത്യസ്ത ആളുകളാണ് കൊലയാളികൾ ആകുന്നത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോ ആണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ബോളിവുഡിലെ ഏറ്റവും വലിയ കോമഡി ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് ഹൗസ്ഫുൾ. തമാശ, ആശയക്കുഴപ്പങ്ങൾ, നിഗൂഢത എന്നിവയെല്ലാം നിലനിർത്തുന്ന ഈ ഫ്രാഞ്ചൈസിയിലെ 5ാം ചിത്രത്തിന് വലിയ സ്വീകാര്യത തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.